അർജന്റീന ടീം നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ കേരളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. നേരത്തെ ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും കേരളത്തിലേക്കുള്ള വരവ് അനിശ്ചിതത്തിലെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് മന്ത്രിയുടെ വിശദീകരണം. നിശ്ചയിച്ച സമയത്ത് തന്നെ കളി നടക്കുമെന്ന് സ്പോൺസർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കരാർ അനുസരിച്ചുള്ള പണം ലഭിച്ചു കഴിഞ്ഞാൽ അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്നും അടുത്ത ആഴ്ച പണം അടയ്ക്കുമെന്നാണ് സ്പോൺസർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നതെന്നുമാണ് അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. ടീം എത്തുന്നതിന്റെയും മത്സരത്തിന്റെയും തീയതി അടക്കമുള്ള വിശദാംശങ്ങൾ അടുത്ത ആഴ്ച പറയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവുമാണ് മത്സരത്തിനായി പരിഗണനയിലുള്ളത്. അർജന്റീനയുടെ എതിർ ടീം ആരായിരിക്കുമെന്നതിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50-നുള്ളിലുള്ള ടീം വേണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത് എന്നതിനാൽ ഏഷ്യൻ ടീമുകൾ ആകാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പോൺസർ കരാർ തുക അടയ്ക്കാത്തത് കാരണം അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല എന്ന തരത്തിലാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷനാണ് സ്പോൺസർ. ധാരണ പ്രകാരം പറഞ്ഞ തീയതി കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും സ്പോൺസർ പണം അടച്ചിട്ടില്ല എന്നും ഇതോടെ നിയമ നടപടി ആരംഭിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്പോൺസർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു വിവരം. കഴിഞ്ഞ ദിവസം അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരങ്ങളുടെ പട്ടിക പുറത്തു വന്നതോടെ ടീം കേരളത്തിലേക്ക് എത്തില്ല എന്ന സംശയം ബലപ്പെടുകയുമായിരുന്നു. അതേസമയം ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രതികരിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. മെസ്സി കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഇവന്റ് സ്പോൺസർ ചെയ്യാമെന്ന് അറിയിച്ചത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. ഇവിടെ സൗകര്യം കുറവാണെങ്കിൽ ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം ഉണ്ടാക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. അർജന്റീന മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച ശേഷം AFAയെ വിവരം അറിയിക്കുകയുമെന്നും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു. 2 ഘട്ടങ്ങളിലായി ഒക്ടോബർ 6 മുതൽ 14 വരെയും 10 മുതൽ 18 വരെയുമാണ് ഫിഫ അനുവദിച്ചു നൽകിയ ഇന്റർനാഷണൽ ബ്രേക്ക്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, RBI, വിദേശകാര്യ മന്ത്രാലയം, ധനമന്ത്രാലയം എന്നിവരുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. നിലവിലെ നടപടികൾ കഴിഞ്ഞ ശേഷം പണം അടയ്ക്കേണ്ട തീയതി നിർദ്ദേശിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മെസ്സി വരില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. നമുക്ക് അനുവദിച്ച ദിവസങ്ങൾ ഒഴിച്ച് അവർക്ക് മറ്റു രാജ്യങ്ങളിൽ കളിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ കളിക്കുന്നില്ലെന്ന് ടീം തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാനാകില്ല എന്നും ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കരുത് എന്നും ആൻഡോ അഗസ്റ്റിൻ പറയുന്നുണ്ട്. മീഡിയ ഹൗസ് എന്ന നിലയ്ക്കല്ല കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. മെസ്സി വന്നാൽ കേരളത്തിലെ കായിക മേഖലയ്ക്ക് വലിയ മാറ്റമുണ്ടാകും. മെസ്സി വരില്ലെന്ന് പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന് കേരളത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്നും അർജന്റീനയുടെ വലിയ ആരാധകർ കേരളത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിലെടുത്ത പ്രയത്നം ചെറുതല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.